ഹലോ ഓൾ. അപ്പോൾ എല്ലാവരും SSLC പരീക്ഷകൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരുടെയും പരീക്ഷകളൊക്കെ വളരെ നന്നായി പോകുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കുള്ളത് ബയോളജിയാണ് അല്ലേ. ബയോളജിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ SSLC അവഞ്ചേഴ്സ് ബാച്ചൊക്കെ ഉള്ള ആളുകൾ അതൊക്കെ തറവാക്കി പോയവരാണ്. ഏതായാലും ഏറ്റവും അവസാനം ഇനി ബയോളജി പരീക്ഷയ്ക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ആ ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ബയോളജി ഏറ്റവും അവസാനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചില ആളുകൾ കുറേ ഫുള്ള് പഠിച്ച് തറവാക്കിയ ആളുകളുണ്ടാകും. ചില ആളുകൾ ഏറ്റവും അവസാനം മാത്രം നോക്കാം എന്ന് വിചാരിച്ച ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഈ 2 ദിവസങ്ങൾ മാത്രമായിരിക്കും ആകെ ബയോളജി നോക്കുന്നത്. അങ്ങനെ പല ആളുകളും ഉണ്ടാവും. ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും ഏറ്റവും ലാസ്റ്റ് റിവിഷൻ, നിങ്ങൾ ഏറ്റവും അവസാനവട്ട റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെയിറ്റേജ് നോക്കുക എന്നുള്ളതാണ്. അതായത് ഏകദേശം 8 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. നമ്മുടെ ബയോളജിയിൽ 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 8 ചാപ്റ്റേഴ്സിൽ നിന്ന് ഒരേപോലെയല്ല ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ബയോളജിയിൽ ചാപ്റ്റേഴ്സ് കുറവായതുകൊണ്ട് ഏകദേശമൊക്കെ കുറച്ച് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ കൂടി കുറേയൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് പാറ്റേണിൽ കാണാൻ സാധിക്കും. മുൻ വർഷ ചോദ്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ചില ചാപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് കൂടുതലും ചിലതിൽ നിന്ന് വളരെ കുറച്ചൊക്കെ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബയോളജിയുടെ വെയിറ്റേജ് എന്താണെന്ന് നോക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഏറ്റവും അവസാനം റിവൈസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നല്ല വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് എന്ത് ചെയ്യുക, ആ ചാപ്റ്റേഴ്സ് കുറച്ചും കൂടി നല്ല പ്രാധാന്യം കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസിന് നല്ല വെയിറ്റേജ് ഉണ്ട്. ഏകദേശം 9 മാർക്കോളം അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് മൂന്നാമത്തെ ചാപ്റ്ററായ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസും 9 വെയിറ്റേജ്. ഇത് രണ്ടിൽ നിന്നുമാണ് കൂടുതൽ ചോദ്യങ്ങൾ പൊതുവെ വരാറുള്ളത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിൻഡോസ് ഓഫ് നോളജും അതേപോലെ തന്നെ കീപ്പിംഗ് ഡിസീസസ് അവേയും സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസും. അതായത് 2ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും 5ാമത്തെ ചാപ്റ്ററുമാണ് പിന്നീട് ആ വെയിറ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, 9, 8, 7 അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പിന്നെ ഏകദേശം 7 മാർക്കിനൊക്കെ വരുന്നത് അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസും അതേപോലെ തന്നെ പാത്സ് ട്രവേഴ്സ്ഡ് ബൈ ലൈഫ് നമ്മുടെ എവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. 7 മാർക്കോളം അതിൽ നിന്ന് പൊതുവെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് 9, 8, 7 അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റേഴ്സൊക്കെ കുറച്ച് നല്ല രൂപത്തിൽ തന്നെ പഠിക്കേണ്ടി വരും. എന്നാൽ വളരെ വെയിറ്റേജ് കുറഞ്ഞ 3 മാർക്കോളം മാത്രമേ പലപ്പോഴും ജെനറ്റിക്സ് ഓഫ് ഫ്യൂച്ചർ 7ാമത്തെ പാഠത്തിൽ നിന്നും ഏകദേശം 3 മാർക്കിനൊക്കെ പൊതുവെ 3 or 4 മാർക്കിനൊക്കെ പൊതുവെ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിന് അതിൻ്റേതായ പ്രാധാന്യം മാത്രം കൊടുക്കുക, ബാക്കിയുള്ളതിന് ആ ഒരു പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ഈ രൂപത്തിൽ അവസാനവട്ട റിവിഷൻ ചെയ്യുക. അതിൻ്റെ കൂടെ ആ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പിക്കേണ്ട കാര്യമുണ്ട്. വളരെ നന്നായി കാര്യങ്ങൾ മൊത്തം പഠിച്ച ആളുകൾ ആണെങ്കിലും അല്ലാത്ത ഇപ്പം പുതുതായി പഠിക്കാൻ തുടങ്ങുന്ന ആളുകളാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും കുറച്ച് ഏരിയാസ് ഞാൻ പറയും. അത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ ഏരിയയിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ എന്നൊക്കെ നമ്മൾ പറയൂലേ, എന്തായാലും ആ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉറപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് നമ്മൾ പറയാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എല്ലാം റിവൈസ് ചെയ്ത് എല്ലാം പഠിച്ചു വെച്ച ആളുകളാണെങ്കിൽ പലപ്പോഴും എന്താ സംഭവിക്കുക, മൊത്തം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഏരിയാസ് ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകാറുണ്ട് അല്ലേ. അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയും, അതല്ല പുതുതായി പഠിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഭാഗം നിങ്ങൾ നിർബന്ധമായി നോക്കി പോവുക. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരും. അപ്പോൾ അതെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ, അറ്റ്ലീസ്റ്റ് നമുക്ക് ജയിച്ചു എന്ന് ഉറപ്പിക്കെങ്കിലും ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പോകാം. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസിൽ നിന്ന് പൊതുവെ വരുന്ന ഭാഗങ്ങൾ, ഒന്ന് സ്ട്രക്ചർ ഓഫ് ന്യൂറോണിൻ്റെ ആ ഒരു സ്ട്രക്ചർ, ആ ഘടന ചോദിക്കാറുണ്ട്. അത് ചിലപ്പം ലേബൽ ചെയ്യാൻ വരും അല്ലെങ്കിൽ വരക്കാൻ വരും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കുക. സിനാപ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, ബ്രെയിൻ സ്ട്രക്ചറിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഓരോ സ്ട്രക്ചറും അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. ബ്രെയിനിൻ്റെ പാർട്സ് ലേബൽ ചെയ്യാൻ വരാറുണ്ട്. അതേപോലെ തന്നെ റിഫ്ലക്സ് ആക്ഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളും പൊതുവെ വരാറുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞത് ഇതല്ലാത്ത ഭാഗങ്ങളിൽ വരൂല എന്നല്ല കേട്ടോ. നിങ്ങൾ നിർബന്ധമായും എക്സാമിൻ്റെ തൊട്ട് മുമ്പ് നോക്കുമ്പോൾ നിർബന്ധമായും നോക്കേണ്ട ടോപ്പിക്സ് ആണ് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് വരൂല എന്നല്ല, ഇത് മിക്കവാറും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിൻഡോസ് ഓഫ് നോളജ്, അറിവിൻ്റെ വാതായനങ്ങൾ എന്നുള്ള ചാപ്റ്റർ ആണെങ്കിൽ ഐൻ്റെ സ്ട്രക്ചർ, നമ്മുടെ കണ്ണിൻ്റെ സ്ട്രക്ചർ അത് ലേബൽ ചെയ്യാൻ വരാറുണ്ട്. അതേപോലെ തന്നെ ഇമേജ് ഫോമിങ് പാത്വേ, ആ ഒരു ഇമ്പൾസിൻ്റെ പാത്വേ ഇല്ലേ, ആ പാത്വേ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ കുറച്ച് വിട്ടിട്ട് ആ ഭാഗം പൂരിപ്പിക്കാനൊക്കെ പലപ്പോഴും വരാറുണ്ട്. അത് നിർബന്ധമായും പഠിക്കണം. അതേപോലെ തന്നെ ഇയറിൻ്റെ സ്ട്രക്ചർ, നമ്മുടെ ചെവിയുടെ സ്ട്രക്ചർ
സ്ട്രക്ചർ അത് ലേബിൾ ചെയ്യാൻ വരാറുണ്ട്. അതേപോലെ തന്നെ ഹിയറിങ്ങിൻ്റെ പാത്വേ, ആ എങ്ങനെയാണ് കേൾവി സാധ്യമാകുന്നത് എന്നുള്ള ആ ഒരു പാത്വേ ഉണ്ട്, ആ ഇമ്പൾസിൻ്റെ പാത്വേ പലപ്പോഴും ചോദിക്കാറുണ്ട്. ടേസ്റ്റിൻ്റെ പാത്വേ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ള അതും അതേപോലെയുള്ള പാത്വേ. ആ പാത്വേസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ബോഡി ബാലൻസിൻ്റെ പാത്വേയും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പാത്വേസ് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഏകദേശം ഒരേ സ്ട്രക്ചറാണ്, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു ഏകദേശം ഒരേ സ്ട്രക്ചറാണ്. അപ്പോൾ ആ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഐ ഡിസീസസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. അതിൽ പ്രധാനമായും ഗ്ലൂക്കോസ് മെറ്റബോളിസം, എങ്ങനെയാണ് ഗ്ലൂക്കോസ് മെറ്റബോളിസം, ഗ്ലൂക്കോസ് കുറയുമ്പോൾ എന്ത് ചെയ്യും, കൂടുമ്പോൾ എന്ത് ചെയ്യും, ആരാണ് കൂട്ടുന്നത് ആരാണ് കുറക്കുന്നത്, അതൊക്കെ പഠിക്കുക. ഇൻസുലിനെ കുറിച്ച് പ്രത്യേകം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് പ്രമേഹം. ഓക്കെ, അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കാൽഷ്യം മെറ്റബോളിസം ചോദിക്കാൻ സാധ്യതയുണ്ട്. ജൈജാൻറ്റിസം, അക്രോമെഗാലി, ഡോഫിസം, അതായത് ഗ്രോത്ത് ഹോർമോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ 3 രോഗങ്ങൾ അല്ലെങ്കിൽ ഈ 3 അവസ്ഥകൾ ചോദിക്കാറുണ്ട്. പ്ലാന്റ് ഹോർമോണുകളെക്കുറിച്ചും ഫിറോമോണുകളെക്കുറിച്ചും അതിൻ്റെ എക്സാമ്പിൾസ് വെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇനിയോ നാലാമത്തെ ചോദ്യം, നാലാമത്തെ പാഠം, അതായത് കീപ്പിംഗ് ഡിസീസസ് അവേ, അതിൽ പ്രധാനമായും ചോദിക്കാറുള്ളത് സിക്കിൾ സെൽ അനീമിയ, നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എയ്ഡ്സും ക്യാൻസറും പലപ്പോഴും ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഉള്ളത് എക്സാമ്പിൾസ് ഓഫ് ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ ഡിസീസസ്. ആ ബാക്ടീരിയലും വൈറലും ഫംഗൽ ഡിസീസസ് ഒക്കെ, പ്രോട്ടോസോൾ ഡിസീസസ് അടക്കം എന്ത് ചെയ്യുക, ഒന്ന് അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ജസ്റ്റ് ഞാൻ പറയുന്നത് തീരെ പഠിക്കാത്ത ആളുകൾ എക്സാമ്പിൾസ് മാത്രം നോക്കി വെക്കുക. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, ആ ഓരോ രോഗത്തെക്കുറിച്ചും പഠിച്ച കാര്യങ്ങൾ, പിന്നെ നമ്മൾ ട്യൂബർക്കുലോസിസ് ആണെങ്കിലും അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നാലാമത്തെ ചാപ്റ്റർ ഉള്ളത്. അഞ്ചാമത്തെ ചാപ്റ്റർ സോൾജേഴ്സ് ഓഫ് ഡിഫൻസിൽ പ്രധാനമായും വരുന്നത് ഫാഗോസൈറ്റോസിസിനെ കുറിച്ചും അതിൻ്റെ ആ ഫിഗറൊക്കെ ഓർമ്മയില്ലേ, അതെങ്ങനെയാണ് ഫാഗോസൈറ്റോസിസ് നടക്കുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. വാക്സിനെ കുറിച്ചും ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചും നിരന്തരം ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രൈമറി ലെവൽ ഡിഫൻസിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. ഈ ഭാഗങ്ങൾ ഉറപ്പ് വരുത്തുക, അതിനുശേഷം മാത്രം ബാക്കി ഭാഗങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസിലാണെങ്കിൽ നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ് എന്നുള്ളതും അത് DNA-യിൽ RNA-യിൽ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ന്യൂക്ലിയോടൈഡുകൾ, നൈട്രജൻ ബേസ് പഠിച്ചാൽ ന്യൂക്ലിയോടൈഡും അറിയാം, പഠിക്കാമല്ലോ. അതേപോലെ തന്നെ DNA-യും RNA അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ വ്യത്യാസങ്ങൾ, അതൊക്കെ ഷുഗറിലുള്ള വ്യത്യാസം ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് ജീൻ ആക്ഷൻ, പ്രോട്ടീൻ എങ്ങനെയാണ് സിന്തസിസ് നടക്കുന്നത്, അത് ആ ഒരു ഫിഗർ നമുക്ക് ഓർമ്മയില്ല, ആ ഫിഗർ പഠിച്ചാൽ തന്നെ കാര്യം മനസ്സിലാകും. ആ പുറത്തേക്ക് വരുന്ന mRNA ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക, എങ്ങനെയാണ് ജീനിൻ്റെ ആക്ഷൻ നടക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ സെക്സ് ഡിറ്റർമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും സിമ്പിളായി നമുക്ക് മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഇത് നോക്കാതെ നിങ്ങൾ പോകരുത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനിയോ ജെനറ്റിക്സ് ഓഫ് ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞു വളരെ കുറച്ച് പിന്നെ ചോദ്യങ്ങൾ മാത്രമേ വരാറുള്ളൂ. അതാണെങ്കിൽ വളരെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ്. ഇത് നിങ്ങൾ നിർബന്ധമായി പഠിച്ചു നോക്കണം. എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ലിഗേസ് അല്ലേ, പിന്നെ നമ്മുടെ ജെനറ്റിക് സിസറും അതേപോലെ തന്നെ ജെനറ്റിക് ഗ്ലൂ ഒക്കെ പഠിച്ചു വെക്കുക, അതെന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. DNA ഫിംഗർ പ്രിന്റിങ്ങിനെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ജീൻ മാപ്പിംഗ് അതുപോലെ തന്നെ ജീൻ തെറാപ്പി ഇതിനെക്കുറിച്ചും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ലിഗേസും എൻഡോന്യൂക്ലിയസും ഒക്കെ നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്. അതൊന്നും എന്ത് ചെയ്യരുത്, അവിടുന്ന് പോയിട്ട് മാറിപ്പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരരുത്. ഈ ചാപ്റ്ററിലുള്ള വളരെ കുറച്ച് മാർക്കാണെങ്കിലും ആ മാർക്ക് നമ്മൾ ഉറപ്പിക്കണം, കാരണം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനിയോ പാത്ത് ട്രവേഴ്സ്ഡ് ബൈ ലൈഫിലാണെങ്കിൽ നമുക്കറിയാം ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ സെലക്ഷൻ അതെന്താണ് എന്ന് നിർബന്ധമായും മനസ്സിലാക്കി വെച്ച് പോകണം. അതുപോലെ തന്നെ കെമിക്കൽ എവല്യൂഷൻ, രാസപരിണാമത്തിൻ്റെ കുറേ തിയറീസ് നമ്മൾ പഠിച്ചിരുന്നു, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അത് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻ എവല്യൂഷൻ, ആ ഒരു ചാർട്ടില്ലേ, ആ ഇന്ന സമയത്ത് ഇന്നത് എന്നുള്ള ആ ഒരു ചാർട്ട് നിർബന്ധമായും പഠിച്ചു വെക്കുക, അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരൂ എന്നല്ല, മറിച്ച് നിങ്ങൾ അവസാനവട്ട റിവിഷൻ നടത്തുമ്പോൾ ഈ ഭാഗങ്ങൾ ടിക്കിട്ട് പോവുക. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി ഭാഗങ്ങളിലേക്ക് പോവുക. ഈ കാര്യങ്ങളിൽ നിന്ന് മിസ്സായി പോയാൽ നിങ്ങൾക്ക് മാർക്ക് മിസ്സാവാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പുതുതായി പഠിച്ചു തുടങ്ങുന്ന ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കുക. കാരണം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം എന്ത് ചെയ്യുക, ചില ആളുകളൊക്കെ തീരെ പഠിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അവർക്കും ജയിക്കണം അല്ലേ, ജയിക്കെങ്കിലും ചെയ്തോട്ടെ. അപ്പോൾ ആ നിലക്ക് അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബയോളജിയിൽ മൊത്തത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തത്. അത് നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച നോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മൊത്തത്തിലുള്ള റിവിഷനും
ചെയ്യുക. അങ്ങനെ ബയോളജി വളരെ സിമ്പിളാണ്. ബയോളജിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. പിന്നെ മൊത്തം പഠിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞതാണ്. ഇനി അതിൻ്റെ മേലെ ടെൻഷൻ കൊണ്ട് നിങ്ങൾ തെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് എല്ലാവരും വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ എക്സാം ഹാളിലേക്ക് പോവുക. ബയോളജി നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കൂല. ബയോളജി എക്സാം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരണം, എന്നിട്ട് കമൻ്റ് ഇടണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും പൊളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. താങ്ക് യു. സാൻഡി ലേണിംഗ്, ബെറ്റർ ഫൗണ്ടേഷൻ, ബ്രൈറ്റർ ഫ്യൂച്ചർ.